ഓരോ മോഡുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ രാമക്കുട്ടിനെ കൊണ്ട് പുഴയ്ക്ക് ഉണ്ടെങ്കിൽ ബ്ലോഗ് എടുക്കാന്ന് നമ്മൾ പുഴയ്ക്കോ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ എല്ലാവരും പുറത്തോരോ പരിപാടികളിലാണ് കേട്ടോ. ഷെഫ്മോ വന്നിട്ടുണ്ടായിട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ 2 വീഡിയോയിൽ ചോദിച്ചു. ഷെഫ്മോനെ കാണാനായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി. ഒരു കൊച്ചിക്ക് ഒരു ആവശ്യത്തിന് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആറ്റിട്ട് കുടിക്കേ, ചൂടാക്കിട്ട് കുടിക്കേ കൊക്കക്കോള. അതൊക്കെ ഗൂഗിളിൽ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ രാമിക്കുട്ടി ഷെഫ്മോനെ കുറച്ച് ദിവസത്തിന് ശേഷം കാണുമ്പോൾ എന്താ എക്സ്പ്രഷൻ കാണിച്ചു കേട്ടോ. സാധാരണ എക്സ്പ്രഷൻ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ. ഇവിടുന്ന് ഇവിടെ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നുന്നു. നമുക്ക് നോക്കി വെക്കട്ടോ. ഞാൻ രാമിക്കുട്ടിനെ കൊണ്ടുവരട്ടെ. പൊട്ട 2 ദിവസമായിട്ട് നീ എവിടെയിരുന്നു ചോദിക്കും. ബക്കറ്റില് തുണികളും തിരുമ്പാളും തുണികളും കേട്ടോ. പണ്ടൊക്കെ ബക്കറ്റിൽ തുണികളൊക്കെ കയറ്റിങ്ങനെ പോകുമല്ലൊക്കെ രസമായിരുന്നു കേട്ടോ. അന്നത് വലിയ രസം ഉണ്ടാവില്ല. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ രസം. അപ്പൊ എന്തായാലും ഇതിൽ ഇടാനും എടുക്കാനൊക്കെ ഉള്ള തുണികൾ ഞങ്ങൾ ഡ്രസ്സൊന്നും മാറ്റാതെ കുളിക്കുകയും വരാൻ നേരത്തെ ഒരു പർദ്ദ അങ്ങോട്ട് ഇടുക കേട്ടോ ചെയ്യാ. അപ്പൊ അതൊക്കെ റെഡി ആക്കണ്ടേ. അപ്പൊ അതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ചിലർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് അപ്പൊ സ്കിപ്പ് ചെയ്തോളി. പുഴയത്തെ വിശേഷങ്ങൾ കണ്ടോളി. അല്ല ഉപകാരപ്പെടുമോ നോക്കട്ടെ എന്നുള്ളവരൊക്കെ വരും, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ അഗാരോന്റെ എയർ പ്യൂരിഫയർ ആണ് കേട്ടോ. അഗാരോ ഇമ്പീരിയർ എയർ പ്യൂരിഫയർ. എയർ പ്യൂരിഫയർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ വെള്ളം ശുദ്ധിയായിട്ടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്യൂരിഫയർ ഒക്കെ വെക്കുമല്ലോ. അതേപോലെ തന്നെ എയറും പ്യൂരിഫൈ ചെയ്തിട്ടാക്കാൻ നല്ല ശുദ്ധമായ വായു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നത്. നമ്മൾ വീടുകളിലും ഓഫീസുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ പുറത്തൊക്കെ വണ്ടി വാഹനങ്ങളും ഒക്കെ പോയിട്ടുള്ള പുക പോലെ തന്നെ നമ്മുടെ വീടിനകത്തും ഉണ്ടാവും ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ നമ്മളെ എയറിൽ. അപ്പൊ അതൊക്കെ ഇതാക്കി വൃത്തിയാക്കിയിട്ട് നല്ല പ്യൂരിഫൈ ചെയ്ത എയർ നമുക്ക് ശ്വസിക്കാം. പ്രത്യേകിച്ച് ഈ അലർജി ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു എയർ പ്യൂരിഫയർ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ശരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക, എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുക, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതാ വന്നത് നല്ലൊരു പാക്കിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വന്നത്. നല്ലൊരു ബോക്സിലൊക്കെയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ അതിൽ വരുന്നത് ഇതാ ഇതിന്റെ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള യൂസർ മാനുവലും ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിന് 2 വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. ഇതിന്റെ ഫിൽറ്റർ വരുന്നത് ഇതിന്റെ അകത്താണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കൊണ്ടുവന്ന സമയത്ത് ഈ ഫിൽറ്റർ ഒക്കെ കവറിലായിട്ട് പാക്ക് ചെയ്തിട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കവറൊക്കെ ഊരി മാറ്റിയിട്ട് ഫിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് 3 ഫിൽറ്ററുകളാണ് ഉള്ളത്. ഇതാണ് ഗ്രീൻ ഹെപ്പ ഫിൽറ്റർ. ഈ ഗ്രീൻ ഹെപ്പ ഫിൽറ്റർ എല്ലാ ബ്രാൻഡുകളിലും ഒന്നും ഉണ്ടാവില്ല. ഇത് സ്പെഷ്യൽ ആണ്. അതായത് ഗ്രീൻ ഹെപ്പ ഫിൽറ്റർ H14 ആണ്. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായുവിലുള്ള ബാക്ടീരിയാസും ഡസ്റ്റും ഒക്കെ 0.1 മൈക്രോ പാർട്ടിക്കിൾ സൈസിലുള്ളതാണെങ്കിലും അത് പ്യൂരിഫൈ ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട് ഇതിന്. നമ്മൾ വാഷ് ചെയ്യും കഴുകുകയും വേണ്ട. ഇത് തുറന്ന സ്ഥലത്ത് നമ്മൾ ഒരു മാസമൊക്കെ കൂടുമ്പോൾ തുറന്ന സ്ഥലത്തൊന്നും വെച്ചാൽ മതി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ലെയർ. ഇതാണ് ആന്റി ബാക്ടീരിയൽ ഫിൽറ്റർ. അപ്പൊ ഇതിലൂടെ ഒക്കെ നമ്മുടെ എയർ ഇങ്ങനെ പാസ് ചെയ്തിട്ട് നല്ല ഫിൽറ്റർ ചെയ്തിട്ടുള്ള എയർ ആണ്. ബാക്ടീരിയകളും കാർബണും അങ്ങനെയുള്ള വേണ്ടാത്തതൊക്കെ ഇതിൽ കൂടെ ഫിൽറ്റർ ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ശുദ്ധമായ എയർ വരുന്നത്. അപ്പൊ ഈ 2ാമത്തെ ലെയർ ഇതാണ്. ഇത് നമ്മളൊരു 2 മാസമൊക്കെ കൂടുമ്പോൾ വാക്യൂം ക്ലീനറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പൊടി തട്ടി കൊടുക്കാൻ കേട്ടോ. പൊടി തട്ടി കൊടുത്തുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ക്ലീൻ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതുമ്പോൾ നിറയെ പൊടി ഉണ്ടാവും. അപ്പൊ നമുക്ക് അതുപോലത്തെ ബ്രഷോ അല്ലെങ്കിൽ വാക്യൂം ക്ലീനറൊക്കെ വേണ്ടി വരും. അങ്ങനെയാണ് ഇത് ക്ലീൻ ആക്കുക. നമ്മളെ വീട്ടിലെ പൊടിക്കനുസരിച്ചിട്ട് 2 മാസം 1 മാസമൊക്കെ കൂടുമ്പോൾ അത് ക്ലീൻ ആക്കി കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ലെയർ വരുന്നതാണ് ഇത്. ഇതിൽ നമുക്ക് പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കാം. അല്ലെങ്കിൽ അതുപോലത്തെ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ വെച്ചിട്ടോ ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിക്കായിട്ട് പൊടി വരും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്കിതാ ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് ലെയറും വെച്ചു കൊടുക്കാം. ഇതിന്റെ ഇവിടെ എങ്ങനെ ഇതിന് ഹാൻഡിൽ ഉണ്ട് കേട്ടോ. ഹാൻഡിൽ ഉണ്ട്.
പിന്നെ ഇത് നമ്മളിങ്ങനെ കറണ്ടിൽ കുത്തി കൊടുക്കുക, ഓണാക്കുക. അപ്പൊ ഇതാ മുകളിൽ ഇതിന്റെ കൺട്രോൾ പാനൽ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തതാ. അപ്പൊ നമ്മളിതങ്ങനെ ഓണാക്കി കൊടുക്കുക. ഒക്കെ ടച്ച് ആണ് കേട്ടോ. അപ്പൊ ഇതിലിതാ ഇതിന്റെ ഓരോ മോഡുകളും കൊടുത്തിട്ടുണ്ട്. ഓട്ടോ മോഡ്, സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളതാണ്. ഇത് സ്ലീപ്പ് മോഡാണ്. സ്ലീപ്പ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഓഫ് ആവും, അതുപോലെ ശബ്ദം ഉണ്ടാവില്ല, പക്ഷെ വർക്ക് ചെയ്യും. പിന്നെ ഇത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്കിതാ 12 മണിക്കൂർ വരെ നമുക്ക് ഇതിൽ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അയോണൈസർ ഉണ്ട്, പിന്നെ ചൈൽഡ് ലോക്ക് ഉണ്ട് കേട്ടോ. ചൈൽഡ് ലോക്ക് ഇതാ നമ്മൾ 3 സെക്കൻഡ് ഇങ്ങനെ ഞെക്കി പിടിച്ചു കഴിഞ്ഞാല് പിന്നെ ഇതിൽ ഏതും വർക്ക് ആവില്ല. അതായത് കുട്ടികളൊന്നും ഞെക്കി കളിച്ചാലൊന്നും വർക്ക് ആവില്ല. പിന്നെ അത് വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു 3 സെക്കൻഡ് ഇങ്ങനെ ഞെക്കി പിടിക്കുക, അപ്പൊ വീണ്ടും വർക്കാവും. പിന്നെ ഇതാ UV സ്റ്റെറിലൈസറും ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ റിയൽ ടൈം എയർ ക്വാളിറ്റി അറിയാൻ വേണ്ടിട്ട് 3 ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. ഇതുപോലെ ചുവപ്പാണെന്നുണ്ടെങ്കിൽ എയർ ഒക്കെ നല്ല പൊല്യൂഷൻ ആയിട്ട് പൂവർ കണ്ടീഷനാണ് ഇരിക്കുന്നത്. അതുപോലെ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഫെയർ ആണ്, പച്ച കളർ ആണെന്നുണ്ടെങ്കിൽ ഗുഡ് ആണ്. ഹെപ്പ ഫിൽട്രേഷൻ, UV ബേസ്ഡ് പ്യൂരിഫിക്കേഷൻ, അങ്ങനെ 7 സ്റ്റേജ് പ്യൂരിഫിക്കേഷൻ ആണ് ഇതിൽ നടക്കുന്നത്. പിന്നെ നമ്മളിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് കുട്ടികളൊക്കെ പെട്ടെന്ന് നീക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓഫ് ആവും കേട്ടോ. നമ്മൾ എയർ പ്യൂരിഫയർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂം അടച്ചിടണം കേട്ടോ. അടച്ചിട്ടാലാണ് അതിന്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടുക. കാരണം ചീത്ത എയറും നല്ല എയറും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മിസ് ആവുമല്ലോ. ഇതാണ് ഇതിന്റെ എയർ ഇൻലെറ്റും എയർ ഔട്ട്ലെറ്റും ഒക്കെ കേട്ടോ. അപ്പൊ അതിലൂടെ ചീത്ത വായൊക്കെ പോയിട്ട് നല്ല വായൊക്കെ തിരിച്ചു വരും. അപ്പൊ ഇത് നമുക്ക് ആദ്യമേ തന്നെ പ്രവർത്തിപ്പിക്കണമെന്നില്ല. നമുക്ക് റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ടും ഇത് പ്രവർത്തിക്കാൻ പറ്റും കേട്ടോ. അതിന്റെ എല്ലാ ഓപ്ഷൻസുകളും ഇതിലുണ്ട്. നമ്മൾ എയർ പ്യൂരിഫയർ വാങ്ങിക്കുമ്പോൾ അത് ഒരു വീട് മൊത്തം എടുക്കുവോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഇതിപ്പോ 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കാൻ കെൽപ്പുള്ളതാണ് ഈ ഒരു എയർ പ്യൂരിഫയർ. അപ്പൊ അകാരന്റെ ഈ ഒരു എയർ പ്യൂരിഫയർ ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. 13,000 രൂപയോളാണ് ഇതിന്റെ റേറ്റ്. അപ്പൊ നല്ല ശുദ്ധവായൊക്കെ ശ്വസിക്കണം എന്നൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നല്ല അലർജിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഇനി പുറത്തേക്ക് പോയൊക്കെ അവിടെ എന്തൊക്കെയോ പരിപാടികൾ ഫോട്ടോഷൂട്ടിൽ എന്ത് ആർക്കും എനിക്കൊരു 10 വയസ്സ് കൂടി കാണുന്നത് ആഗ്രഹം. അപ്പൊ ഇങ്ങനെ സ്കാഫ് കിട്ടിട്ട് തന്നെ നല്ല രസം കിട്ടും കാണാൻ. പിച്ചൊക്കെ എപ്പോഴും തുടങ്ങിയോ? ഞാൻ പറഞ്ഞേ പായിപ്പിക്ക ചെയ്യോനെ പോകും ഷെഫ് മോനെ. യാമിക്കുട്ടി നമുക്ക് പുഴയൊക്കെയുണ്ട്. യാമിക്കുട്ടി ഞങ്ങൾ തൂതപ്പുഴയ്ക്ക് പോണിച്ചിട്ടാണ്. യാമിക്കുട്ടിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങള് അവസാനമായിട്ട് പുഴയ്ക്ക് പോയിട്ടോ. അതും യാമിക്കുട്ടി പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് അറിയാതെ. അന്ന് ഞങ്ങൾ കല്യാണത്തിന് പോയ ദിവസമായിരുന്നു കേട്ടോ. അതാ യാമിക്കുട്ടിയുടെ കൈമ കഴിച്ചതിനൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ഊരി വെക്കട്ടെ പുഴയിൽ പോകുമ്പോഴത്തേനും. അത് ഊരലും ഇടലും ഒരു ടാസ്ക്കാണ്. ഉമ്മച്ചി കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ അമ്മായിൻ്റെ അവിടെ ഇറങ്ങിക്കാൻ കേട്ടോ. ഇനി പോകുമ്പോൾ വേണം ഉമ്മച്ചിനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. നീരാടുവാൻ നിലയിൽ നീരാടുവാൻ നോക്കിയോ? കാരണം അമ്മായി വിടൂല. പോരാൻ നേരത്തെ അമ്മായിക്ക് ഒരു 4 വർത്താനം അവിടെ വണ്ടിയിലുണ്ട്, ചെറുപ്പിന്റെ വണ്ടിയില്. ആദ്യമായിട്ട് പുഴയെ കൊണ്ടുപോകാണ്. യാമിക്കുട്ടിന്റെ പുഴയെ കൊണ്ടാലും അല്ലാട്ടെ നബിലോട്ടിന്റെ പുഴയെ കൊണ്ടാലും കൂടെ നടക്കാൻ പോണത്. ഹലോ, പുഴ ഇവിടെ വന്ന അപ്പൊ പുഴയെ കൊണ്ടു. ഇമ്മാനോട് കേറി നിൽക്കാൻ പറയും. പട്ടാമ്പിയിലെ അമ്മാനോട് കേറിക്കാൻ പറയും. എന്തായാലും 5:30 മണി ഞങ്ങൾക്ക് അധികം നേരം കിട്ടുമെന്നൊന്നും അറിയില്ല. വേഗം പോട്ടാതെ വാതിൽ കുട്ടി 1 മണിക്കൂറിൽ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവിടെ പോണത്. എന്താ ഞെട്ടപാടിന് പൊറുതിയോട് വന്നാലോ. അമിട്ടി പുഴയ്ക്ക അല്ല പെരേക്ക്.
അമ്മച്ചി വരുന്നുണ്ട്. അമ്മച്ചിന്റെ അമ്മായി കുറച്ച് വഴിക്കൊന്നു സെക്യൂർ എന്നിട്ട് വെച്ച് കാണാനോ എന്നൊക്കെ പറഞ്ഞു. അമ്മായി വെറ്റില് മറ്റേ പോലെ നോക്കാനും ഒരു മുറുക്കാൻ കമ്പനിയാണ്. അമ്മച്ചി അങ്ങനെ അമ്മായിനൊക്കെ കണ്ട് വന്നിട്ടാണ് ജാമ്പിക്കുട്ടി നമുക്ക് പുഴയിൽ നീരാടുണ്ട്. ചെരുപ്പ് സീനാണേ ആമിക്കുട്ടി പോയേക്ക് കാപ്പിനൊക്കെ കണ്ട സന്തോഷത്തിലാ. അതെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു വന്നിട്ടേ പുഴയൊക്കെ മേക്കപ്പ് മേക്കപ്പ് ചെയ്തിട്ടാ വരുന്നത്. മേക്കപ്പ് ഇട്ടവിടെ പുഴയെ കുളിക്കാൻ പോകണം വിചാരിക്കും. ഏതാപ്പാ വരവ് കല്യാണത്തിന് പോയിട്ട് അങ്ങനെ അവിടെ പോയിട്ടാണ് വരുന്നത്. ഇമ്മ പോയേക്ക് വരുന്നത് അറിയില്ല. അമ്മക്ക് സർപ്രൈസ് കൊടുത്തിക്ക. സർപ്രൈസ് പുഴേക്കാണോ പോണെന്ന്. ഞങ്ങളെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാ. എന്താ മത്തിയോ? ആ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോ വന്നിക്കണ്. പക്ഷെ ഓള് വയറ്റിന്റെ ഉള്ളിലുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇറക്കം നടക്കൂലേ? മമ്മ ഇന്ന് രാവിലെ പോന്നിക്കണത്ര. അപ്പൊ ഇനി മമ്മമാനെ ഇടങ്ങാറാക്കണ്ടല്ലോ വെച്ചിട്ടാ. മക്കളെ ആറ്റുനോറ്റ് കുളിക്കാൻ വേണ്ടി വന്നതാ. പോയിലേക്ക് നോക്കുമ്പോ കല്ലും മണ്ണൊന്നും കാണാല. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നിക്കണം എല്ലാരും. ഇറങ്ങാൻ ബുദ്ധിമുട്ട്. അപ്പൊ റുവായാമന്റെ ആദ്യത്തെ പുഴയിലെ കുളി ചീറ്റിപ്പോയി. രണ്ടാമത്തെ ആണല്ലേ? അവിടെ വെക്കലുണ്ടാവിട്ടില്ല. വെക്കലുണ്ടാവും. ചെറുതേ ഒലിവാണ് കേട്ടോ. അങ്ങോട്ട് പോരുതാട്ടോ. യാമിക്കുട്ടി വെള്ളത്തില് തൂതപ്പുഴക്കൊന്ന് വെച്ചാ കണ്ടേ കാലം വെച്ചെടുത്തു. ഇതെന്താ ഓള് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. പിടിച്ചോളിക്കാം. അങ്ങനെ പോയ പറമ്പിരുന്നോളൂ. പേടിക്കാതെ പോയി. നല്ല പൊലി വയ്ക്ക. പപ്പയുടെ അമ്പഴൂരി കളയണം. ഓൾക്ക് ആവേശം. പാറ വെച്ചില്ല. അതുകൊണ്ട് ഇന്ന് വലിയ കുഴപ്പമില്ല. ഇതൊന്നും കുണ്ടില്ലാത്ത സ്ഥലമാവുകൊണ്ട് അകത്തരച്ച കുണ്ടുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. എനിക്ക് ഞാൻ കുട്ടിയെടുക്കുമ്പോ എനിക്ക് ധൈര്യം. പക്ഷെ വേറെ എടുക്കുമ്പോ എനിക്കൊരു പേടിയാണ്. പോയിക്കടാ പാടില്ല. അതല്ലേ കമന്റ് ഓഫായാലും കുഴപ്പമില്ല. നമ്മളിന്നാള് അവിടേക്ക് പോയിട്ട് നമുക്ക് കിട്ടിയില്ല. അതിപ്പോ തന്നെ
നീന്തൽ അടിക്കുന്ന തോന്നുന്നത്. നല്ല മീൻകുട്ടി തന്നെ. നമ്മള് പോരാ. ഓഹോ യെസ് സലാം. കുട്ടി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പോവുകയാണല്ലോ. എനിക്ക് ലേശം പാല് ഇതൊന്നും കൂടി വെള്ളം വെച്ചാൽ നമുക്ക് നല്ല സുഖാണിത്. യാമിക്കുട്ടി പുഴയിൽ പോയി വന്നിൽ നല്ല ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു നീന്തല്? ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടോ? എന്തിനാ എത്ര പെട്ടെന്ന് പോകുന്നത്? ആ അവൾക്ക് പോന്നതിന്റെ വിഷമത്തിലാ. അടിപൊളി കോഫി ഉണ്ടാക്കി തരാം. എന്റെ വയ്യ കോഫി. കോഫി ഉണ്ടാക്കാൻ എക്സ്പീരിയൻസ് ആണ് ഞാൻ. ശരിയല്ല കണ്ട കോഫി അടിപൊളിയാ. പിന്നെ എല്ലാരും പറയും സോപ്പിടാണ്. അങ്ങനെയല്ല കണ്ട കോഫി അടിപൊളിയാ. കോഫി ആണെങ്കിൽ ഇക്കും ചായ ആണെങ്കിൽ ഞാനും അല്ലേ. കോഫി കുടിക്കാനതാ മറ്റേ വലിയ പെണ്ണായി പുഴയിലൊക്കെ നീന്തി തൂതപ്പുഴയിലൊക്കെ നീന്തി കുളിച്ച് വന്നിക്ക ചായ കുടിക്കാന്. അപ്പൊ പുഴയിലൊക്കെ വന്ന് ഞങ്ങൾ ക്ഷീണം മാറ്റി വർത്താനം കളിച്ചിട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ നാളെ പോകുന്നടിക്കുമ്പോഴേക്കും നാളെ പോകാനല്ലോ നാളെ വിളിച്ച് ഇപ്പൊ ഞങ്ങൾ പുറത്ത് പോകാനല്ലേ ഡിന്നർ കഴിക്കാൻ. ഇത് ബിനാസ് ഡിസൈൻ ചെയ്തിരുന്ന ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇട്ടിക്കണ് ഞാൻ യാമിക്കുട്ടിയുടെ 6th ആനിവേഴ്സറിക്ക്. പക്ഷേ ഇത് കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒരു ബീഡ്സ് വർക്കാണ്. ഇതിൻ്റെ ഈ സ്ലീവിലും ഇവിടെ ബീഡ്സ് വർക്ക് ഉണ്ട്. ഇതിൻ്റെ അറ്റം ഇവിടെ ഇങ്ങനെ നല്ല ഞെറിയുണ്ട് കേട്ടോ. അപ്പോൾ അപായൊക്കെ ഇടുന്ന ആൾക്കാർക്ക് നല്ലതൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്. സങ്കടത്തിൻ്റെ ദിവസമായിരുന്നു, കാരണം പിറ്റേ ദിവസം സ്കൂളുണ്ട്, എല്ലാവരും പോയി. അങ്ങനെ കുറേ ദിവസം വിഷമിച്ചിരിക്കുന്നതായിരുന്നു. പിന്നെ വിരുന്നേരം വന്ന് പോകുമ്പോൾ ഒരു വിഷമമാണല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.